അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കാണണമെന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോണത്. നമ്മുടെ JBLന്റെ ഒറിജിനൽ 1300 വാട്ട്സിന്റെ സബ് വൂഫർ വരുന്ന ഒറിജിനൽ ബാസ് ട്യൂബ് വിത്ത് സബ്ബാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മളെല്ലാവരും ചെയ്യുന്നത് JBLന്റെ സബ് വൂഫർ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു കുറ്റിയിൽ കയറ്റി പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് JBLന്റെ കമ്പനിയിൽ നിന്ന് തന്നെ അവരുടെ ബാസ് ട്യൂബിൽ ഓൺ ബാസ് ട്യൂബിൽ ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ ഈ ഒരു ഐറ്റം നമ്മുടെ ഈ ഒരു സെന്നിൽ നമ്മൾ സെറ്റാക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് പെർഫോമൻസ് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാനും നിങ്ങളും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോണത്. പെട്ടി പൊട്ടിക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഐറ്റം വരുന്നത്. ദേ എല്ലാവരും ഈ ഒരു സാധനത്തിന് പുറത്ത് പൈസ മുടക്കാനുള്ള കാരണം എന്നുള്ളത് ഈ ഒരു ബാഡ്ജിങ് ആണ്. ഇത് നോക്കിയാൽ ഇതിൽ എഴുതിയിരിക്കുന്നുണ്ടോ, ഈ ഒരു JBL എന്നുള്ള ഈ ഒരു നൂല് വെച്ചിട്ടുള്ള ഈ ഒരു പഞ്ചിങ്ങിന് വേണ്ടി ആണ് എല്ലാവരും പൈസ നോക്കാത്തത്. സാധാരണ ഇപ്പോൾ നമ്മളൊരു JBLന്റെ ഒരു ബാസ് ട്യൂബ് സെറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം ഒരു 7500 രൂപ 8000 ആ ഒരു റേറ്റ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു ഐറ്റത്തിലേക്ക് പോകുമ്പോൾ ഏകദേശം 10000 രൂപയുടെ മുകളിലാണ് വരുന്നത്. കാരണം ഇതിൻ്റെ ക്വാളിറ്റിയാണ് കേട്ടോ. നമ്മുടെ മറ്റേ ബാസ് ട്യൂബിന് വെച്ച് നോക്കുവാണെങ്കിൽ ഇത് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ആദ്യം ഇതൊന്ന് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഐറ്റം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാക്കിങ്ങിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ JBLന്റെ സ്ഥിരമായിട്ടുള്ള സാധനമായിട്ടുള്ള വാറണ്ടി കാർഡ്, 2 JBLന്റെ സ്റ്റിക്കർ, യൂസർ മാനുവൽ, 1 ഇയർ വാറണ്ടി ഈ ഐറ്റത്തിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെച്ചേക്കാം. നമുക്കിനി പൊട്ടിക്കാം. യെസ്, ഇതാണ് ഐറ്റം. സാധാരണ നമ്മുടെ കയ്യിൽ ഈ JBLന്റെ ഈ അകത്തിരിക്കുന്ന സബ് കണ്ട, ഇത് നമ്മുടെ ഉള്ള ഐറ്റമാണ്. ഒറിജിനൽ JBLന്റെ സബ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഈ കാണുന്ന കുറ്റി തന്നെയാണ് കേട്ടോ. ഈ ഒരു കുറ്റിയും പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഗ്രില്ലും. ഈ ഗ്രില്ല് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഈ ഒരു ബ്രാൻഡിങ് നമുക്ക് ആ ഗ്രില്ല് കിട്ടത്തില്ല. ഇതുണ്ടോ JBLന്റെ ഒറിജിനൽ ബ്രാൻഡിങ് വരുന്ന ഗ്രില്ലാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുണ്ടോ, അതെ ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ സ്റ്റിക്കറൊന്നും അല്ല കേട്ടോ. ഇത് മറ്റേ നൂല് കൊണ്ട് തയ്ച്ചെടുത്തിരിക്കുന്നതാണ്. മറ്റേ ഇതിൽ ചെയ്യുമല്ലോ ഇപ്പോൾ മറ്റേ നമ്മുടെ ലേസർ മെഷീൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റിച്ചിങ് മെഷീനൊക്കെ, അതിൽ പ്രിൻറ്റ് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് വശം അടിപൊളിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു എയർ വെൻ്റ് കണ്ടോ, ഈ ഒരു എയർ വെൻ്റ് വരുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഈ കാണുന്ന കണക്റ്റേഴ്സ്. ഇതാണ് ഈ ഒരു സബിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ സബ് വൂഫറുകളെല്ലാം കൊടുക്കാൻ ഉപയോഗിക്കുന്ന S&B എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 350 വാട്ട്സ് RMS ഔട്ട്പുട്ട് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. JBLന്റെ 1300 വർക്ക് ചെയ്യാൻ 300 വാട്ട്സ് മതി. JBLന്റെ 1500 വരെ നമുക്ക് ഈ ആംപ്ലിഫയറിൽ കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റമാണ് നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. വയറിംഗ് ഒക്കെ സിമ്പിളാണ്. ഇവിടെ 3 വയർ കിടപ്പുണ്ട്. ഇതിൽ റെഡ് വരുന്നത് ഡയറക്റ്റ് ബാറ്ററിയാണ്. ഈ വെള്ള വരുന്നത് പറഞ്ഞുതരാം, ഇത് നമ്മുടെ ഗ്രൗണ്ട് ആണ് കേട്ടോ. അതായത് പോസിറ്റീവ് നെഗറ്റീവ്. പിന്നെ നമ്മുടെ ഈ ഒരു വൈറ്റ് എന്നുള്ളത് REM എന്നുള്ള ലൈനാണ്. അതായത് ഇപ്പോൾ നമുക്ക് സബ് വേണ്ടാത്ത സാഹചര്യമാണെങ്കിൽ ഫ്രണ്ടിൽ സ്വിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആംബ് ഓഫ് ആവും. ഡയറക്റ്റ് നമ്മുടെ സെറ്റ് എന്ന് വരുന്ന കറണ്ടാണ്. അതായത് നമ്മുടെ സെറ്റ് ഓൺ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ആംബ് ഓൺ ആകാൻ പാടുള്ളൂ. ആംബേ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ഈ ഒരു ബാസ് ട്യൂബിൽ കണക്ട് ചെയ്യണം കേട്ടോ. ഇത് വയർ ജസ്റ്റ് ഇത് കണക്ക് അങ്ങോട്ട് വെക്കുക, ഇതങ്ങോട്ട് തിരിച്ചങ്ങോട്ട് മുറുക്കി കൊടുക്കുക. സിമ്പിൾ പരിപാടി. സബ് നമ്മളങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. നേരെ നമ്മുടെ ഡിക്കി അങ്ങ് അടച്ചേക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഒരു സാധനം ഇരിക്കത്തില്ല കേട്ടോ, ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടല്ലോ, അതെ നമുക്ക് നേരെ ഇനി അടയ്ക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ടെസ്റ്റിങ്ങിലോട്ട് പോവാം. യൂട്യൂബിലും ഫേസ്ബുക്കിലും നമുക്ക് കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ നോൺ കോപ്പിറൈറ്റ് സോങ് ആണ് ഇടുന്നത്. അപ്പോൾ ഞാനൊരു സിനിമാ പാട്ട് ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും. ഇപ്പോൾ ഇട്ടിട്ടില്ല, ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് ഇടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പാട്ടൊന്ന് കേൾപ്പിച്ച് തരാം. അത്യാവശ്യം നല്ല ബീറ്റുള്ളൊരു പാട്ടാണ് NCSന്റെ. അപ്പോൾ ഒന്ന് പ്ലേ ചെയ്തേക്കാം. ട്യൂൺ ചെയ്ത സമയത്ത് ഓൾറെഡി ഞാൻ ചങ്ക് കലങ്ങിയിരിക്കുവാണ്. കാരണം അമ്മാതിരി ഇടിയാണ് ഈ സാധനത്തിൽ നിന്ന് വരുന്നത്. ഞാൻ വിചാരിച്ചില്ല കേട്ടോ സത്യം പറഞ്ഞ. JBL ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം യൂസ് ചെയ്ത് നോക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, പൊളി. പ്ലേ ചെയ്യുവാണേ. എന്റെ ദൈവമേ, മതി സമാധിയായി. ഇതാരെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാനിപ്പോൾ ഇതിൻ്റെ പീക്ക് പവറിലായിട്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇടരുത്. ഒരു മിതമായ നിരക്കിലേക്ക് ഇടണം കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് JBLന്റെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം മേടിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. പൊളി എന്ന് പറഞ്ഞാൽ പൊളിച്ചടുക്കി. കുറച്ച് നേരം ഇട്ട് എൻ്റെ സെന്നിൻ്റെ ഗ്ലാസ്സെല്ലാം അവിടെ പറഞ്ഞു പോയേനെ കേട്ടോ. പിന്നെ ഇത് എന്തെങ്കിലും ഒരു പതറിച്ച സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് എൻ്റെ വണ്ടിയുടെ ഫൈബർ പാർട്സ് എല്ലാം കൂടെ കിളന്നിളകുന്ന സൗണ്ടാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീനിലായിട്ട് ഞാൻ നമ്മുടെ TC ഹബിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ നമ്പറിലേക്ക് ഇത് ഈ കാണുന്ന കോഡ്, ഈ ഒരു ഐറ്റത്തിൻ്റെ ഒരു കോഡ് നമ്മളിട്ടുണ്ട്. ആ ഒരു കോഡ് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റിപ്ലൈ കാര്യം തരുന്നതായിരിക്കും. വിളിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽസ് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. ബൈ.